പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യം വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ഹല്ലേലൂയ എന്താ പറയുന്നത്? ഒരു ഇടുക്കുള്ള വഴിയെക്കുറിച്ച്, ഒരു ഇടുക്കുവാതിലിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം നാശത്തിലേക്ക് പോകുന്നൊരു വഴി വീതിയുള്ളതും വഴി വിശാലവുമാണ്. അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അത് ജീവങ്കിലേക്കുള്ള വഴി വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ള, അത് കണ്ടെത്തും ചുരുക്കം അത്രേ. അപ്പോൾ നമ്മൾ ഒത്തിരി പേരോടൊക്കെ സുവിശേഷം പറഞ്ഞിട്ട് അവരാരും കടന്നു വരുന്നില്ല, അവർക്ക് വിഷമിക്കൊന്നും വേണ്ട. കാരണം വെച്ചാൽ ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വഴി വലുതും വഴി, അപ്പൊ ആ വാതിൽ വലുതും വഴി വിശാലവുമാണെന്ന് അപ്പം ആമീൻ. പക്ഷേ രക്ഷയിലേക്ക് അല്ലെങ്കിൽ ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കുവാതിലാണ്. ഇവിടെ ആമീൻ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മറ്റൊരു വഴിയില്ല, ആകെ 2 വഴിയേ ഉള്ളൂ. മറ്റൊരു വാതിൽ, ആകെ 2 വാതിലേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ വേറൊരു ഗ്രൂപ്പ്, മൂന്നാമതൊരു ഗ്രൂപ്പല്ല, ആകെ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മറ്റ് ഡെസ്റ്റിനേഷനും ഇല്ല, ആകെ 2 ഡെസ്റ്റിനേഷനേ ഉള്ളൂ. എന്താ? ഇടുക്കുവാതിലൂടെ പോകുന്നവർ എവിടെയൊക്കെ ചെല്ലുമെന്നും ഹാലേലിയ വിശാലമായ വഴിയിലൂടെ പോകുന്നവർ എവിടെയൊക്കെ ചെല്ലുമെന്നും കർത്താവ് കൃത്യമായി പറഞ്ഞിട്ട് നമുക്കൂടെ മനസ്സിലാക്കുന്ന കാര്യം, ഈ 2 ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഒന്നുകിൽ നന്മ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒന്നീ വെളിച്ചത്തിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഇരുട്ടിലൂടെ നടക്കുക. ഒന്നുകിൽ ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തും. ഹല്ലേലൂയ. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അതിന്റെ ഓപ്ഷൻ നമുക്ക് ദൈവം തന്ന ഡിസിഷൻ, പക്ഷെ നമ്മുടേത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അത് തിരഞ്ഞെടുക്കുക. അപ്പം ഇവിടെ പറയുന്നത് ജീവങ്കിലേക്കുള്ള പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കുമ്പോൾ അത് കണ്ടെത്തും ചുരുക്കമത്രേ. അപ്പൊ അത് കണ്ടെത്തുന്നത് ചുരുക്കം. അപ്പൊ കൂടുതൽ നമ്മളിപ്പോ നോക്കണേ, ശരി, നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഹല്ലേലൂയ. ഒരുമാതിരിയുള്ള കുടുംബങ്ങളെല്ലാം ഹല്ലേലൂയ എന്താ പറയാ, ജാതിയിൽ പാരമ്പര്യത്തിലും ഒക്കെ തന്നെ നിൽക്കുമ്പോൾ, ലോകത്തിൽ തന്നെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മളെ ഒരു ഒരു കുടുംബം മാത്രം. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, എല്ലാവർക്കും ഉള്ള വഴിയല്ല, എല്ലാവർക്കും ഉള്ള വാതിലല്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മറ്റൊരു വാക്യം വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 തുടങ്ങിയിട്ട് 8 വരെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഈ വണ്ണം മതി സിസ്റ്റർ, 8 വരെ മതി. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് അടുത്ത പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഇവിടെ പറയുന്നത്, നിങ്ങൾ ഹല്ലേലൂയ ഇവിടെ എന്താ പറയുക, കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഹല്ലേലൂയ. അവരെങ്ങനെയാ വെച്ചാൽ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നും സത്യമായിട്ട് ഞാൻ അത് നമ്മളെ കുറിച്ചല്ല, ചിലരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അടുത്ത പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവാണ് പറഞ്ഞത്. രഹസ്യത്തിലുള്ള പിതാവിന്റെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടെ അടുത്ത വാക്യം പറയുന്നത്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. കേൾക്കുകയല്ലേ ചെയ്യുന്ന പ്രാർത്ഥന, എങ്ങനെ കാണുന്നത്? ഹല്ലേലൂയ. സ്തോത്രം.
ഇവിടെ അങ്ങനെ എഴുതിയേക്കുന്നത് രഹസ്യത്തെ കാണുന്നതിന്റെ പിതാവ്. അപ്പൊ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മളെ അറിയുന്നൊരു ദൈവമാണ്. ആമേൻ. നമ്മൾ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവം എന്താ പറയുക, പ്രാർത്ഥിക്കുന്ന മുമ്പ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണോ, പ്രാർത്ഥന കൊണ്ടാണോ ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ തരുന്നത്? ആണോ അല്ലയോ? ചോദിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും അല്ലെന്നേ, നമ്മൾ മക്കളായത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും വന്ന് അമ്മ അപ്പ ഇത് താ താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, ഉം. കാരണം അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് അവർ പറയാതെ തന്നെ മുന്നുമേ നമ്മൾ അറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മൾ മക്കളായത് കൊണ്ട് സകല എപ്പോഴും ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലാ. നമ്മളെ കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചർച്ചിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ കളിക്കാനൊക്കെ വിട്ടാലും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ, അല്ല പെരയ്ക്കകത്ത് ജോലിയൊക്കെ ആയിരിക്കും, മുറ്റത്ത് പിള്ളേർ കളിക്കാന്ന് വെച്ചോ. പക്ഷേ എങ്കിൽ ശ്രദ്ധ എവിടെയായിരിക്കും എപ്പോഴും? കുഞ്ഞുങ്ങളുടെ മേലുണ്ട്. കുഞ്ഞുങ്ങളുടെ മേലായിരിക്കും അല്ലേ? കാരണം അവർ നനങ്ങിയാൽ, അവരുടെ ശബ്ദം ഒന്ന് മാറിയാൽ, അവരൊന്ന് കരയുന്ന കേട്ടാൽ പെട്ടെന്ന് ഓടും. പക്ഷേ എപ്പോഴും നമ്മുടെ ശ്രദ്ധ അവരുടെ മേലാ. കാരണം അതുപോലെ തന്നെയാ നമ്മുടെ സ്വർഗസ്നായ പിതാവ്, അങ്ങനെ തന്നെയാ. എപ്പോഴും നമ്മുടെ മേലാ കണ്ണുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ വിചാരിക്കും ദൈവമേ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട്. ഒരു കുഞ്ഞിനെ ഒരു അമ്മ എപ്പോഴും ശ്രദ്ധിക്കുന്നത് പോലെ, അവർക്ക് എന്തെങ്കിലും ഒരു സൗണ്ടിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നത് പോലെ തന്നെ പിതാവ് ഇപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. പണ്ടൊരു ദേവദാസൻ പറഞ്ഞ ഒരു തട്ടാൻ അയാളുടെ ആമേൻ അലമാരിൽ എത്ര സ്വർണം ഇരുന്നാലും അയാളുടെ പക്ഷെ ഒരു ശകലം സ്വർണം തീ കിടക്കുകയാണെങ്കിൽ ആ തട്ടാൻ ശ്രദ്ധ മുഴുവൻ എന്താണെന്ന് പറയാ, ആ തീ കിടക്കുന്ന സ്വർണത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് ചൂട് പിടിപ്പിച്ച് അത് എടുത്തു, അത് ഉരുക്കി, അത് വൃത്തിയാക്കി, അത് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇത് തന്നെയാണ് ദൈവത്തിന്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളിവിടെ തീയുടെ അനുഭവത്തെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ വലിയ കഷ്ടതയെ കൂടെ പോകുന്ന, ബുദ്ധിമുട്ടെ കൂടെ പോകുന്നൊക്കെ വിചാരിക്കുമ്പോൾ പക്ഷേ സർവ്വശക്തന്റെ കണ്ണ് നമ്മുടെ മേൽ തന്നെയായിരിക്കും. ബാക്കി ആരെ നോക്കില്ല ദൈവം. നമ്മൾ പ്രയാസത്തിലാണെങ്കിൽ, പ്രശ്നത്തിലാണെങ്കിൽ, നമ്മൾ അഗ്നിയിലൂടെ വെള്ളത്തിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ കർത്താവിന്റെ കണ്ണ് നമ്മുടെ മേൽ തന്നെയായിരിക്കും. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് അതിഭാഷണത്തെ ഉത്തരം കിട്ടുമെന്നല്ല അവർക്ക് തോന്നുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, പറ 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 ഒത്തിരി പറയും, കാര്യങ്ങൾ പറയും. അവരുടെ വിചാരം ശരിയാ, ഒത്തിരി സംസാരിക്കുമ്പോൾ ഒത്തിരി മറുപടി ലഭിക്കുന്നു. ചുമ്മാതാ. നമ്മുടെ ദൈവത്തോട് ചിലപ്പം ഒരു വാക്ക് ഞാൻ പറഞ്ഞു പണ്ട് ഒരു കൊച്ചിന്റെ ഇന്നസെന്റ് ആയിട്ടൊരു പ്രാർത്ഥന. ഭക്ഷണം കിട്ടില്ലാതെ വീട്ടിൽ പട്ടിണി മാരിക്കുമ്പോൾ കഞ്ഞി ചോദിക്കും, മാതാപിതാക്കൾ പോയി യേശുപ്പനോട് ചോദിക്കാറ്. അവളോട് പോയിട്ട് ചെറിയ കുട്ടി അവളോടിപ്പോയി യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചിട്ട് 1 മിനിറ്റ് അത് തിരിച്ചു വന്നു. അവളുടെ അമ്മ വെച്ച് എന്ത് നീ ഇത്ര പെട്ടെന്ന് പ്രാർത്ഥിച്ചു? പിന്നെ അല്ലാണ്ട് എൻ്റെ യേശുപ്പച്ചൻ എന്താ പൊട്ടനാണോ? ഞാൻ യേശുപ്പച്ചനും പൊറോട്ടയും ബീഫ് ഫ്രൈ വേണം എന്ന് പറഞ്ഞിട്ട് അവൾ ഓടി തിരിച്ചു വന്നിരുന്നു. ഹാലേലിയ. അപ്പം അതിന് കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇന്നസെന്റ് ആണ് അവർ. അവർക്ക് വേണ്ടുന്ന കാര്യം അങ്ങനെ തന്നെ യേശുപ്പയോട് പറയും. ശരിക്കും പറഞ്ഞാൽ അതിഭാഷണം ഒന്നും വേണ്ട ദൈവത്തോട് പറയുന്നു. വലിയ പ്രാസം ഒപ്പിച്ച് ഒത്തിരി സമയമെടുത്ത് ഒന്നും വേണ്ട, സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നത് തന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കും ഒരു വാക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ അനേക വിഷയങ്ങളുണ്ട്. ഹാലേലൂയ. അപ്പോ ഇവിടെ അതിഭാഷണത്താൽ അങ്ങനെ നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചില ആൾക്കാരെ കണ്ടിട്ടില്ല, അത് ഏതൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വാക്ക് നീ പറഞ്ഞില്ലെങ്കിൽ പോലും രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. എവിടെ പറയുന്നത്, നിനക്ക് പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ അതിഭാഷണ ഉത്തരം കിട്ടുമെന്നില്ല അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുമ്പോ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നൊരു പിതാവ്. അപ്പൊ നമ്മളെ അറിയുന്നൊരു പിതാവ്.
ഹാലേലിയ. രഹസ്യത്തിൽ കാണുന്നൊരു പിതാവ്. ഹാലേലിയ. ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പേ ഹാലേലിയ നമുക്ക് വേണ്ടി കരുതുന്നൊരു പിതാവ്. ഹാലേലിയ. അപ്പൊ ദൈവം കർത്താവേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന പഠിപ്പിക്കാം ശിഷ്യന്മാരെ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും ദൈവം നമ്മളെ എങ്ങനെ കരുതുന്നുവെന്നും എങ്ങനെ ഹാലേ നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും അല്ല ദൈവം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ മക്കളായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ചോദിക്കാതെ പ്രാർത്ഥിക്കാതെ ദൈവം നമുക്ക് എന്തോ ഒരു നന്മകൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് ഓർത്ത് നന്ദി പറയാറുണ്ടോ? പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്ക് മറുപടിയൊക്കെ ഇട്ടാൽ അത് ഞാൻ പറയാം. വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞ് ജനിച്ച ആരോ കുഞ്ഞിനടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് സഭകൾ കയറി ഇറങ്ങി സാക്ഷ്യം പറയാറില്ല. അതേസമയം ഒരു 10 വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ച് ഡോക്ടർമാരെയൊക്കെ കണ്ട് ഇനി മക്കളുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പൊക്കി പിടിച്ചുകൊണ്ട് പോവും സാക്ഷ്യം. കാര്യം എന്താ, ഞാൻ പ്രാർത്ഥിച്ച് ഒരുപാട് ചോദിച്ച് വാങ്ങിച്ചതാണെന്നറിയാം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചോദിക്കാതെ ദൈവം നമുക്ക് ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. ഹല്ലേലൂയ. അപ്പൊ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹാലലൂയ. അപ്പൊ നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഒന്നുമില്ല. ഞാൻ പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കാനായിട്ട് ദൈവം കൃപ നൽകിയല്ലോ. ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതിനോർത്ത് നന്ദി പറയാം. നമുക്ക് ശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ഇത്രയും ആൾക്കാർ ഓക്സിജന്റെ സപ്പോർട്ട് കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സുഖമായി ശ്വസിക്കാൻ ദൈവം കൃപ നൽകുന്നില്ലേ? എഴുന്നേറ്റ് നടക്കാൻ 2 കാല് നൽകിയില്ലേ? കാണാൻ 2 കണ്ണ് നൽകിയില്ലേ? ഇപ്പൊ 6 ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പൊ കൈയുടെ ഒരു ചെറിയ ഫ്രാക്ചർ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഈ കൈക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് 2 കൈ തന്നില്ലേ? അതിന് ഓർത്ത് സ്തോത്രം. അപ്പൊ കൈയില്ലാത്ത ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അപ്പൊ ഓരോരുത്തരും നമുക്ക് എണ്ണി എണ്ണി സ്തുതിക്കാൻ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യില്ലാത്ത കിട്ടാത്തതിനെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ കിട്ടിയതിനെ ഓർത്ത് നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പുതിയത് നമ്മുടെ ജീവിതത്തിൽ തരാൻ ദൈവം അപ്പൊ തയ്യാറാകും. കാരണം വെച്ചാൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോൾ ദൈവത്തിന് വലിയ ആഗ്രഹമായിട്ട് വലിയ നന്ദിയുള്ള ഹൃദയമുള്ള ആൾക്കാരെ വലിയ ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ തന്നെയല്ലേ? ആണോ അല്ലയോ? അല്ലേ? പിന്നെ എനിക്ക് അങ്ങനൊന്നും ഇല്ല സിസ്റ്റർ എന്നൊക്കെ പറയാം. പക്ഷെ അല്ല, ഒരാൾ നമ്മളോട് വന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നന്ദിയുള്ള ഹൃദയം, ദൈവം എന്ത് നമുക്ക് ചെയ്തു എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് മാർക്കൊക്കെ ലഭിക്കുമ്പോൾ അവരുടെ കഴിവും മിടുക്കും ഒന്നും അല്ല അതിനകത്ത്. ഏറ്റവും കൂടുതൽ വലിയ ദൈവത്തിന്റെ കൃപയാണത്. ഹല്ലേലൂയ. അപ്പൊ എത്രയോ നല്ല എഡ്യൂക്കേറ്റഡ് ആയ എത്രയോ നല്ല ആൾക്കാർക്ക് ഓട്ടസമുള്ള കുഞ്ഞുങ്ങളെയും മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് ദൈവം എപ്പോഴും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെയല്ല തന്നേക്കുന്നത്, ഊനമില്ലാത്തതിനെയല്ല തന്നേക്കുന്നത്. അതിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കണം എപ്പോഴും. അവർ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് നന്ദി പറയണം. ഞങ്ങൾക്ക് ഒരു മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം എടുത്ത് നമ്മൾ ഒന്ന് എക്സലന്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെയൊക്കെ ഓർത്ത് നന്ദി പറയണം. ഇത്രയും നാളെ നമ്മളെ കരുതിയ ദൈവം നാളെയും കരുതാൻ വിശ്വസ്തനാന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ചില ആൾക്കാർ പറയും സമ്പാദിച്ചു വെക്കണം, കൂട്ടി വെക്കണം, പിന്നെ എന്താ ഇൻഷുറൻസ് വേണം, അത് വേണം, ഇത് വേണം. ഞാൻ പറയുന്നത് ഒന്നും ആവശ്യമില്ല. സമ്പാദിക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ സമ്പാദിച്ച് കൂട്ടുവെക്കുന്നത് കൊണ്ടല്ല ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത്. ദൈവത്തിന്റെ ദൈവത്തിന് നമ്മളോട് കരുതലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളിപ്പോൾ സമ്പാദിച്ച് കൂട്ടുവെച്ചില്ലെങ്കിൽ, ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും, നമ്മുടെ കുഞ്ഞിന്റെ വിവാഹമോ വിദ്യാഭ്യാസം എന്ത് കാര്യമാണെങ്കിലും ദൈവം ആ സമയത്ത് നമുക്ക് തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുമെന്നേ. പക്ഷെ സമ്പാദിച്ചു കൂട്ടിവെച്ച് ഒത്തിരി ബാങ്ക് ബാലൻസ് ഉള്ളവരൊക്കെ കാര്യങ്ങൾ ഇന്നും പെൻഡിങ് ആയി നിൽക്കുമ്പോൾ ഒരു സാമ്പത്തികവും ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കാര്യങ്ങൾ ദൈവം അത് മനോഹരമായി നടത്തി തരുന്നതിന് കാരണം അത് ദൈവത്തിന്റെ കരുതലാണ്. ദൈവത്തിന്റെ സ്നേഹമാ, ദൈവത്തിന്റെ വിശ്വസ്തതയാ, ദൈവത്തിന്റെ കരുണയാ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ അവിശ്വസ്തരാകുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റമില്ല. പക്ഷെ ദൈവം നമ്മൾ അവിശ്വസ്തരായിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശ്വസ്തരായിരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. നമ്മൾ പിന്നെ ഒരു എന്താ പറയാ, ഒരു മുഴം മുന്നേ എറിയുന്ന കണക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ബാക്കിയല്ലേ.
കർത്താവെ ഞാൻ അവിശ്വസ്തനാകുമ്പോൾ നീ വിശ്വസ്തനായിരിക്കുക, നന്ദിയോടെ സ്തോത്രം. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ അവിശ്വസ്തയാണ് എന്നല്ല, പക്ഷെ ദൈവം നിന്റെ വിശ്വസ്തതയ്ക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ദൈവം എപ്പോഴും ദൈവം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആകാനാ ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യം നമ്മൾ വായിച്ചാണ്. ആമേ ഹല്ലേലൂയ. ആമേ പിതാവ്, എൻ്റെ പിതാവ് നമ്മുടെ ആമേ വിഷയങ്ങളിൽ അപ്പൊ പ്രതിഫലം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ പ്രാർത്ഥന അറിഞ്ഞ ദൈവം ഹല്ലേലൂയ നമുക്ക് പ്രതിഫലം തരുന്ന ദൈവം, നമ്മളെ കാണുന്ന പിതാവാണ്. ഹല്ലേലൂയ. ആമേ കാണുന്ന പിതാവ്. ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ച ഈ ഭാഗം നമ്മുടെ മോർണിംഗ് മെസ്സേജ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഡെയിലികള് നമ്മളെ കാണുന്ന പിതാവ്. അല്ലെ, കർത്താവ് കാണുന്നത് എങ്ങനെയാ? മനുഷ്യൻ എപ്പോഴും പുറമേ ഉള്ളത് കാണുമ്പം ദൈവം ഹൃദയമാ കാണുന്നത്. അതുകൊണ്ടാണ് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് എന്ന് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഹൃദയത്തെ കാണുന്നു. രഹസ്യത്തിൽ നമ്മളെ കാണുന്നു. മനുഷ്യരിൽ പലരും പരസ്യത്തിൽ നമ്മളെ കാണും, പബ്ലിക്കിൽ നമ്മളെ കാണും. ഞാൻ പറയാറ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പ്രസംഗം ഉണ്ടാകും, പ്രവൃത്തി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ രഹസ്യ ജീവിതം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പൊ യോഹന്നാന്റെ കൈക്കീഴ് സ്നാനമേറ്റ് അപ്പൊ കയറിയപ്പോൾ ഹല്ലേലൂയ അവിടെ സ്വർഗം തുറന്ന് വിളിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിന്, അല്ലെങ്കിൽ ആമേ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പബ്ലിക്കലി ദൈവം അനൗൺസ് ചെയ്യുന്ന കാണുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുരുത്ത് കാണുന്നു. മറുരൂപ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അവിടെ മോശെ, ഏലിയാവും, അത് കഴിഞ്ഞ് പത്രോസ്, യോഹന്നാനും യാക്കോബും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വീണ്ടും കർത്താവ് പറയുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ രഹസ്യത്തിലും പ്രിയപുത്രന, പരസ്യത്തിലും പ്രിയപുത്രന. പലരും ചില ആൾക്കാരൊക്കെ ആമേ പരസ്യത്തിൽ പ്രിയപുത്രന, പക്ഷെ രഹസ്യത്തിൽ പ്രിയപുത്രനാണോ എന്ന് സംശയമാണ്. കാരണം ദൈവത്തിന് എപ്പോഴും ഹല്ലേലൂയ ആമേൻ രഹസ്യത്തിലും പരസ്യത്തിലും നീ പ്രിയപുത്രനായിരിക്കണം. എനിക്ക് നിങ്ങൾക്കും അതിന് കഴിയണം. അതാ പറയാം, രഹസ്യത്തിൽ കാണുന്ന പിതാവ് മറ്റുള്ളവർ ആരും കാണാത്തപ്പോ എന്റെ ഹൃദയത്തിൽ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തൂ. പുറമെ എനിക്ക് ചിലപ്പോൾ ആക്ടിങ്ങിൽ വളരെ വിശുദ്ധിയായിട്ടും വളരെ വിശ്വസ്തയുള്ളവളായിട്ടും വളരെ പ്രാർത്ഥിക്കുന്നവളായിട്ടൊക്കെ നിങ്ങളുടെ പ്രകടനം കാണിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ എൻ്റെ ഹൃദയം എന്താന്ന് യഥാർത്ഥത്തിൽ ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരം ഉള്ളതാണോ? ആമേ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ലോകത്തെക്കുറിച്ചാണോ? ഹല്ലേലൂയ എന്നൊക്കെ തിരിച്ചറിയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ആ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കും, മറുപടി ലഭിക്കത്തില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ച് നിന്റെ ഉദ്ദേശം എന്താണ്? ഇതറിഞ്ഞിട്ടാ ദൈവം നമുക്ക് മറുപടി തരുന്നത്. നമുക്കൊരു ജോലി കിട്ടണേ, നമുക്കൊരു സാമ്പത്തിക നന്മ കിട്ടണേ, ആമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കണേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പർപ്പസ് എന്താണ് എന്ന് അറിഞ്ഞ ദൈവം നമുക്ക് അതിന് മറുപടി തരുന്നത്. ചില ആൾക്കാർ ഒത്തിരി സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അവരുടെ പർപ്പസ് ഈ ലോകത്തിൽ ലോകമോഹങ്ങൾക്ക് വേണ്ടി വല്ലാതെ ചിലവഴിക്കേണ്ടതിന് അവർ ചോദിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ ചോദിക്കുന്നതിന്, കർത്താവേ നീ എനിക്ക് തന്നെ എനിക്ക് വയലിലൊന്ന് വിതയ്ക്കണം, അനേക ആത്മാക്കളെ എനിക്ക് നേടണം, അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പൊ ഇതിന്റെ പർപ്പസ് രണ്ടുപേരും ചോദിച്ച ഒരുപോലെയാണ്, പക്ഷെ പർപ്പസ് രണ്ടുപേരും രണ്ടായിരുന്നു. ദൈവം ആദ്യം ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൊടുക്കുമ്പോൾ ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും. പക്ഷെ ലോകം കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ലോകത്തിലേക്ക് ചെലവഴിക്കേണ്ടതിന് കൊടുക്കും. അനേക സമ്പന്നന്മാരെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ. അപ്പൊ അവരുടെ ആ സമ്പത്ത് ആര് കൊടുത്തു എന്ന് ചോദിച്ചാൽ അവൻ ദൈവം കൊടുത്തു എന്ന് ഞാൻ പൂർണ്ണമായും പറയത്തില്ല. പക്ഷേ മറ്റൊരു ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ച് നേരത്തെ ഒരു പ്രാവശ്യം ചിന്തിച്ചായിരുന്നു. നീ പോയി ബാലിന്റെ വിഗ്രഹങ്ങൾക്ക് നേർച്ച കഴിക്കാൻ അതിനുള്ള തന്നതെല്ലാം ഞാൻ തന്നെയല്ലേ തന്നത്. പക്ഷെ അത് ദൈവത്തിന്റെ പെർമിഷനിൽ അത് കൊടുക്കുന്നത് നല്ലതാണ്. പിശാച് കൊടുക്കുമ്പോഴും പിശാചിനെ പോയി പ്രീതിപ്പെടുത്തുമ്പോഴും ലഭിക്കുമ്പോഴും ദൈവത്തിന്റെ പെർമിഷൻ അവരുടെ കയ്യിലേക്ക് അത് എത്തുന്നത്. അപ്പൊ ദൈവം തന്നെയാണ് അത് കൊടുക്കുന്നതെന്ന് പറയാം. പക്ഷേ അത് കൊടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനറിയത് എവിടെയാണ് ചെലവഴിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം ലോകം രാജ്യം ഇവിടെ കിടക്കുന്ന അപ്പൊ ലോകത്തിന് അതിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്ന കാര്യം അപ്പൊ രഹസ്യത്തിൽ കാണുന്നത്. അപ്പൊ രഹസ്യം നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ദൈവം രഹസ്യത്തിൽ കാണുന്ന ദൈവം. നമ്മുടെ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എന്നെ കാണുന്നൊരു ദൈവം. രണ്ടാമതായിട്ട് ദൈവം പറഞ്ഞു എന്റെ പിതാവ് നമ്മുടെ വിഷയം അറിയുന്ന ദൈവമാണ്. അതും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമുക്ക് വിഷയം എന്താന്ന് അറിയുന്ന. അതുപോലെ നമ്മളെ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ആ ദൈവം നമ്മളെ ഓർക്കും.
ഇവിടെ പറയുന്നതാ നമ്മൾ ഓർക്കും. ഹല്ലേലൂയ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം ഒന്നും അടങ്ങി 19:20 വായിക്കോ. ഫസ്റ്റ് ശമൂവേൽ 1 ശമൂവേൽ 1:20. 19:20. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയുടെ അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഇവിടെ പറയുന്നത്, അനന്തരം അവർ അധികാലത്ത് എഴുന്നിട്ട് യഹോവയുടെ സന്നിധി നമസ്കരിച്ച് രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക്. എന്നാൽ എൽക്കാന തന്റെ ഭാര്യ ഹന്നയെ പരിഗ്രഹിച്ച് യഹോവ അവളെ ഓർത്തു. നേരത്തെ ഞാൻ പറഞ്ഞു കാണുന്ന ദൈവം, ഇവിടെ ആണെങ്കിൽ ഓർത്ത ദൈവം. എന്താ ഇവിടെ ഓർത്തു എന്ന് ഹാലലിയിലേക്ക് കാണാം. ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവമല്ലേ ഹാലലി. അപ്പൊ ഓർക്കുന്ന ഹാലലിയെ കാരണം ഹന്നെ നമുക്കറിയാം. ഹന്ന, പരീന, എൽക്കാന 3 വ്യക്തികളാണ്. എന്നുവെച്ചാ എൽക്കാനയുടെ ഭാര്യമാരാണ് പെരീനയും ഹന്നയും. ആദ്യമൊക്കെ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചിരുന്നായിരിക്കും പ്രാർത്ഥിച്ചേക്കുന്നതല്ലേ. ചിലപ്പോൾ ഹന്നയുടെ വിഷയമൊക്കെ എൽക്കാന പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ചാൾ പ്രാർത്ഥിച്ചപ്പം ഒരു മറുപടി വരാതിരുന്നപ്പോഴാണ് എൽക്കാനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, പെരീനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, ഹാലേലിയ ഹന്നയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുകയും കൂടെ ചെയ്തപ്പോൾ പെരീനയ്ക്ക് ഹന്ന ഒരു പരിഹാസമായി തോന്നിയിട്ടുണ്ടാവും. അവിടെ നിന്ദിക്കാൻ തുടങ്ങി, കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. പക്ഷെ ഹന്നയുടെ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. അവര് എല്ലാ വർഷവും അവർ പോകുന്ന പോലെ എല്ലാ ആലയത്തിലേക്ക് പോയി നേർച്ച അതിനു വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്ന പക്ഷെ ഹന്നയുടെ പ്രാർത്ഥന നിന്നില്ല. പക്ഷെ ഹന്ന ആദ്യമൊക്കെ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥന രീതി ഒന്ന് മാറി. ഹല്ലേലൂയ. ആദ്യമൊക്കെ പറഞ്ഞത് എനിക്ക് തലമുറ വേണം, ഇതല്ലേ എല്ലാവരുടെയും പ്രാർത്ഥന. ആൺകൊച്ചു വേണം, പെൺകൊച്ചു വേണം, ഒന്നും ആരും പറയത്തില്ല. പക്ഷെ അവിടെ നമുക്കറിയാം, നമ്മൾ കൃത്യമായി കാണുന്ന ദൈവമാണ് ഹന്നയുടെ ഗർഭപാത്രത്തെ അടച്ചതെന്ന് കാണുന്നുണ്ട്. കാരണം എന്താ? ദൈവത്തിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അടച്ചു വെക്കുന്നു, ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടിടുന്നു. നമ്മളൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു. അവിടെയൊക്കെ എന്തുകൊണ്ട് അത് നമുക്ക് വന്നു വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന രീതി ഒന്ന് മാറണമെന്നേ. നമ്മൾ ഇത്ര നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയിൽ അല്ല നമ്മൾ ആകേണ്ടത്. നമ്മളെക്കുറിച്ച് ദൈവം കാണുന്ന വിഷൻ അങ്ങനെയല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പർപ്പസ് ഉണ്ടായിരുന്നു. നമ്മളെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ പറയത്തെ നമ്മളെ ചില കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കന്മാർക്ക് അവരെക്കുറിച്ച് സ്വപ്നമുണ്ട്. അവരെങ്ങനെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിവാഹത്തിന് നമ്മൾ എല്ലാവരും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരുടെ വിവാഹത്തെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. എന്നാ ഇപ്പൊ നമ്മുടെയൊക്കെ സ്വപ്നമാണെങ്കിൽ എന്താ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു അഭിഷേകമുള്ളൊരു പൈതലായിരിക്കണം നമ്മുടെ കുഞ്ഞിൻ്റെ തൂണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് സെക്കൻഡറി ഇമ്പോർട്ടൻസേ വരുള്ളൂ. ഇത് നമ്മുടെ ഹൃദയത്തിലെ സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നത്തിനനുസരിച്ച് അവരായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മളവരെ പറയുക. ഇതുപോലെ തന്നെ ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് ഉള്ളിൽ. അപ്പൊ ആ സ്വപ്നത്തിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസുകൾ നമ്മളെ കടത്തിവിടും. എന്ന് വെച്ചാൽ അപ്പോൾ എന്താ ആ സിറ്റുവേഷൻ ഇരിക്കുക, നിന്റെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ വായി തുറക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഞാൻ പറയുക, നമ്മളെ ആയിരിക്കും ദൈവം ഇതിനെക്കാട്ടും എളുപ്പമല്ലേ അങ്ങ് പറഞ്ഞൂടെ? എടി കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പറയല്ല, നിന്നെക്കുറിച്ച് എനിക്ക് ഇന്നത് ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ അത് ദൈവം പറയുമെന്ന് വെച്ചാൽ പറയത്തില്ല. ഇവിടെ ഹന്ന ആദ്യം ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹന്ന കുറച്ചും ഹന്നയുടെ പ്രാർത്ഥന ശൈലി ഒന്ന് മാറി. എന്താ ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുന്നത്? 10-11 വാക്യം വായിക്കേ സിസ്റ്ററെ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. ഇത്ര നാളും പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, കരച്ചിലേ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു നേർച്ചയും കൂടെ അങ്ങ് നേരുക. പറഞ്ഞോ, വായിച്ചോ. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും.
അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഹാലേലൂയ. എന്താ പറയാ, ഇത്രയും നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥനയൊന്ന് മാറി. എന്താ ഹന്ന പ്രാർത്ഥിക്കാൻ, എനിക്ക് ആൺ തലമുറയെ തന്നാൽ ഞാൻ യഹോവയ്ക്ക് അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് വേണ്ടി തന്നിരിക്കുമെന്ന്. ഹാലേലൂയ. അപ്പൊ കർത്താവ് ആഗ്രഹിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാലേലൂയ, ദൈവം ആഗ്രഹിച്ച പ്രാർത്ഥന ഹന്നയുടെ അതിർത്തിൽ നിന്ന് പുറത്തു വന്നു. അവിടെ അതുപോലെ ഹന്ന പറയുന്നത്, ആമേ ദൈവമേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ ദൈവം ഹന്നെ ഓർത്തു. നമ്മൾ എന്താ പറഞ്ഞത് അത് തന്നെ ദൈവം അവിടെ വീട്ടിൽ എത്തിയ ശേഷം നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ എന്താ പറയാ, ഒരാണ്ട് രാമേൽ തങ്ങൾ വീട്ടിൽ നിൽക്കാരെ ഭാര്യ ഹന്നയെ പറ്റി യഹോവ അവളെ ഓർത്തു. അപ്പൊ ഇവിടെ ദൈവത്തിന് എന്താ പറയാ, ദൈവത്തിന് ഇസ്രായേലിലേക്ക് ഒരു നല്ലൊരു ആ പ്രവാചകന്മാരുടെ ആ വിശ്വസ്തരല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിനൊരു പ്രവാചകന് ആവശ്യമുണ്ടായിരുന്നു. ആ ദൈവത്തിന് വേണ്ടി ശമൂവേൽ എന്നൊരു പ്രവാചകനെ ആവശ്യമുണ്ടായിരുന്നു. ഈ ആവശ്യമുള്ളപ്പോൾ ഹന്നയെ എന്തായിരുന്നു ദൈവം ആ പ്രതികൂല ആ പരിഹസിക്കാൻ നിന്ദിക്കുവാനൊക്കെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതികൂലത്തെ കൂടെ പ്രതിസന്ധി കൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറയാം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരണം. ഹാലേലൂയ. അപ്പൊ നമ്മളുടെ വാക്കുകൾ എന്താ പറയുക, ഇതുവരെയുള്ള പ്രാർത്ഥന ശൈലിയൊന്നും മാറണം. കർത്താവെ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നല്ല കർത്താവെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കും, ദൈവത്തിന്റെ സ്വപ്നത്തിന് നമ്മൾ എത്തിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യം വരികയാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവെ നിനക്ക് എന്നെ കുറിച്ചൊരു സ്വപ്നം എന്താണ്? അല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ കർത്താവെ അതിനു വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ പറയുകയും നമ്മൾ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യണം. നമുക്ക് ഹന്നയുടെ ജീവിതത്തിൽ അത് തന്നെയല്ലേ നമ്മൾ കണ്ടത്. കാരണം വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഒരനക്കവും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നൊരു പ്രാർത്ഥന, ഒരു വാക്ക് പുറത്തേക്ക് വന്നു. ആ ഒരു വെളിപ്പാടിലേക്ക് വന്ന സമയത്ത് ഹന്നയുടെ ജീവിതത്തിൽ പിന്നെ കാത്തിരിക്കേണ്ടി വന്നില്ല. ഇവിടെ പറഞ്ഞ എങ്ങനെയാ എന്താ പറയാ, അവിടെ ദൈവം യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ച് ഞാനവന് യഹോവയ്ക്ക് അപേക്ഷ വാങ്ങിയെന്ന് പറയാൻ അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ആ പ്രവാചകൻ ദാൻ മുതൽ ബേർശേബ വരെ അങ്ങനെ പ്രവാചകൻ ഉണ്ടായിട്ട് അതുപോലെ ഒരു പ്രവാചകനായത് ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ നാവായി ഹല്ലേലൂയ. അവിടെ ഒരു പ്രാർത്ഥന നമ്മൾ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയുള്ളവർക്ക് ദൈവം മറുപടി നൽകുന്നത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ട്. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന പിതാവ്, രഹസ്യത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന പിതാവ്. ഹന്ന വലിയ ഒച്ചയുയർത്ത് മറ്റുള്ളവർ കേൾക്കുകയാണോ ഇതൊക്കെ പറഞ്ഞത്? അല്ല, ഹൃദയം പകർന്നപ്പോൾ. അപ്പൊ നമ്മൾ ഹൃദയം പകർന്ന് ദൈവസന്നിധി ചില തീരുമാനങ്ങൾ, കർത്താവ് നീ എന്നെ ഇന്നെ വിളിക്കാന്ന് എനിക്ക്, പക്ഷെ ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മുമ്പ് നിൽക്കുന്ന ഈ പ്രതികൂലമെങ്കിൽ ഞാനിത് എന്നെ തന്നെ നിന്റെ ഇഷ്ടം എന്നിൽ എന്തിനു വേണ്ടിയിട്ടാണോ അത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറയും ചില മറുപടി ഇല്ലാതെ വിഷിക്കുന്ന വിഷയങ്ങൾ, ചില പാറ പോലെ ഉറച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ. അപ്പൊ നമ്മൾ എത്ര പ്രാർത്ഥിച്ചു ഒരനക്കവും ഇല്ലാതിരിക്കുന്ന ജീവനില്ല എന്ന് തോന്നിയ ചില വിഷയങ്ങൾ അവിടെ അതിന് മറുപടി ലഭിക്കും. നമുക്കറിയാം യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞ് കല്ലറയ്ക്കൽ അടയ്ക്കപ്പെട്ടപ്പോൾ 2-3 സഹോദരിമാർ ചേർന്ന് സുഗന്ധവർഗ്ഗമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ അവർ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ചിന്ത എന്തായിരുന്നു? ദൈവമേ ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി. ഇതാണ് അവരുടെ ചിന്ത. അവരുടെ ഹൃദയം രഹസ്യത്തിൽ കാണുന്ന പിതാവ്. അത് നമ്മുടെ ഹൃദയം അവരാരോടും പറയല്ല, അവരുടെ ഹൃദയത്തെ അവരെ ചിന്ത ഇതായിരുന്നു. അവരുടെ വിഷമം ഇതായിരുന്നു. അതിനകത്തൊന്ന് കയറണം, കല്ലറയ്ക്കുള്ളൊന്ന് കയറണം, ഈ സുഗന്ധവർഗ്ഗമൊക്കെ കർത്താവിൻ്റെ ശരീരത്തിലൊന്ന് പൂശണം. പക്ഷേ ഒരു പ്രതികൂലം നിപ്പുണ്ട്. എന്താ ഒരു കല്ല് കല്ലറയുടെ വാതിലിങ്ങനെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല. റോമൻ എംപയർ മുദ്രയൊക്കെ പതിപ്പിച്ച ആരെനിക്ക് വേണ്ടി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവർ പുറപ്പെടുമ്പോഴും ഇത് ഉണ്ടാക്കുമ്പോഴും ഇവർക്കറിയില്ല കല്ലറുണ്ടെന്ന്. കല്ലറയുടെ വാതിൽ അടഞ്ഞിരിക്കും, ഇവർക്ക് അറിയില്ലേ? ഇവർക്കറിയാം ഇത് ചെന്ന് ഇവർക്ക് ആർക്കും തള്ളി തുറക്കാൻ പറ്റത്തില്ലെന്നും അറിയാം. പക്ഷെ പിന്നെ എന്തിനു ഇവര് സുഗന്ധവർഗ്ഗം ഉണ്ടാക്കി? എന്ത് വിശ്വാസത്താൽ അവരത് ഉണ്ടാക്കി? ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ സാറാമ്മ സിസ്റ്റർ വീട്ടിലോട്ട് വന്ന ഗേറ്റ് തുറക്കത്തില്ല എന്നും എന്നെ അതിനകത്ത് കയറ്റത്തില്ല എന്നും അല്ലെങ്കിൽ ആ വീടിന്റെ വാതിൽ തുറക്കത്തില്ല എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറപ്പെടുവോ? ഇല്ല.
ഇല്ല. പക്ഷെ ഇവര് എന്തുറപ്പിന്മേലാണ് ഇവര് സുഗന്ധവർഗം ഉണ്ടാക്കി, അവർ രാത്രി ഉറങ്ങാതെ ആ സുഗന്ധവർഗം ഉണ്ടാക്കി. കാരണം പിറ്റേ ദിവസം ശബത്തായതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് വെള്ളിയാഴ്ച യേശു കർത്താവ് മരിച്ച ദിവസം തന്നെ അവർ രാത്രി അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഹാലേലിയ. എന്നിട്ടാണ് ഹാലേലിയ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ അധികാലത്തെ വെളിച്ചമൊക്കെ വരുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പുറപ്പെടുക. എന്താ അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴും പുറപ്പെടുമ്പോഴും അവർക്കറിയാം ആ കല്ലയുടെ വാതിക്കൽ ഒരു കല്ലുണ്ട്. അത് ഹാലേലി അവർ ഉരുട്ടി വെച്ച് റോമൻ എംപയർ സീലും വെച്ച് ഹാലേലി അത് നമുക്ക് ആർക്കും തുറക്കാൻ കഴിയാത്ത ഒരു കല്ലാണ്. അത് തുറക്കാതെ ഒരിക്കലും ഇത് കർത്താവിന്റെ ശരീരത്തിൽ അകത്ത് പ്രവേശിക്കാനോ പൂശാനോ പറ്റത്തില്ല. ഇത് അറിഞ്ഞിട്ട് അവർ എന്തുകൊണ്ട് അത് ഉണ്ടാക്കി? അവരുടെ വിശ്വാസം. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തെ ആഗ്രഹം എനിക്കിത് ദൈവ കർത്താവിന്റെ ശരീരത്തിൽ ഒന്ന് പൂശണം. ഹല്ലേലൂയ. ഇവരെ ആഗ്രഹത്തോടെ ഹൃദയത്തോടെ അത് ഉണ്ടാക്കിയപ്പോൾ അവരവിടെ ചെന്നപ്പോൾ സ്തോത്രം, ആ കല്ലറയുടെ വാതിലുണ്ടായിരുന്ന കല്ല് ഹല്ലേലൂയ ഉരുണ്ടു മാറിയിരിക്കുന്നത്, ദൂതനിറങ്ങി അത് ഉരുട്ടി മാറ്റിയിരിക്കുക അവരെ കാണുന്നത്. ഹല്ലേലൂയ. അപ്പം അവരുടെ ഹൃദയത്തിൽ തോന്നിയ ആഗ്രഹത്തിനെ ദൈവം സാധിപ്പിച്ചു. ഒന്ന് ചോദിച്ചാൽ ആ കല്ലറ അവരുടെ ഹൃദയത്തിലെ ചിന്ത മൊത്തം എന്താണ്? എങ്ങനെ കല്ലുരുട്ടി മാറ്റുമെന്നായിരുന്നു. അവരത് ഉണ്ടാക്കുമ്പോഴും അത് എടുക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ അത് ഇടിക്കുമ്പോഴും അത് പ്രോസസ്സ് ചെയ്യുമ്പോഴും എല്ലാവരുടെ ഹൃദയത്തിൽ അവർ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചിന്ത എന്താ? കല്ലാരുരുട്ടി മാറ്റി, കല്ലാരുരുട്ടി മാറ്റി. അയ്യോ ഇത് ചെല്ലുമ്പോൾ ഇത് പോവുക, കല്ലാരുരുട്ടി എന്നാൽ നമുക്ക് ഇന്ന് കല്ലുരുട്ടി മാറ്റാം, നമുക്കിത് ഉണ്ടാക്കണ്ട, നമുക്ക് ചെയ്യേണ്ട. പക്ഷെ അവരുടെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഹാലേലിയ. അവരുടെ അവർക്ക് അന്നേരം അവരുടെ ഉള്ളിൽ ഹാലേലിയ എങ്ങനെയെങ്കിലും ഇത് സാധിക്കുമെന്നൊരു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയുടെ വെളിപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ദൈവം പ്രവർത്തിച്ചു. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കല്ല് അവിടെ ഇരിക്കുകയല്ലയോ, നീ ഞാനിത് ഉണ്ടാക്കി കഷ്ടപ്പെട്ടിട്ട് എന്തിനാ, കൊണ്ടുവന്നാൽ അങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ല. പിന്നെന്താ? ഈ ചിന്ത മാറ്റണം നമുക്ക്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മളെ രഹസ്യത്തിൽ കാണുന്ന പിതാവാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ പോലും അറിയുന്ന ദൈവമാണ്. ആ ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും നടത്തി തരും. ഈ വിശ്വാസത്തോടു കൂടിയായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ കാണുന്ന ദൈവം, നമ്മളെ അറിയുന്ന ദൈവം, നമുക്ക് പ്രതിഫലം തരുന്നൊരു ദൈവം. മത്തായിയുടെ സുവിശേഷം 6:30-36 വായിക്കും സിസ്റ്റർ. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ആമേൻ. സ്തോത്രം, സ്തോത്രം. പറഞ്ഞ ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് എങ്ങനെ നിങ്ങൾ വിചാരപ്പെടും. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിച്ചു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ അറിയുന്നൊരു പിതാവാ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിയുന്നൊരു പിതാവ്, നമുക്ക് വേണ്ടി കരുതുന്നൊരു പിതാവ്, നമ്മൾ പ്രതിഫലം തരുന്നൊരു പിതാവ്. ഈ സ്വർഗസ്ഥനായ പിതാവ് നമുക്കുള്ള എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ ജാതികളെ പോലെ അല്ല, നമ്മൾ വിലയേറിയവരാണ്. നമ്മൾ വിലയേറിയവരാണെങ്കിൽ എന്ത് തിന്നു എന്ത് കുടിക്കുന്നു ആലോചിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. ആ വയലെ താമര എത്ര ചമയിക്കുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ആകെപ്പാടൊരു കാര്യം ചെയ്ത് മുൻപേ അവന്റെ രാജ്യ നീതി അന്വേഷിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് അന്വേഷിച്ചാൽ മാത്രം മതി. നമ്മളെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ നമ്മുടെ നാളെയെ കുറിച്ചോ നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇത്രയും നാള് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത ദൈവം, ഇന്നലെ വരെ നമ്മളെ പുലർത്തിയത്, ഇന്ന് വരെ നമ്മളെ നടത്തിയ ദൈവം നാളെയും നടത്താൻ വിശ്വസ്തനാണെന്നേ. പകുതി വഴി ഇട്ടിട്ടൊന്നും പോകത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരിക്കലും ഇങ്ങനെ എൻ്റെ മോളിങ്ങനെ പറഞ്ഞിട്ട്, അമ്മ എനിക്ക് അതിന് വേണ്ടി വെക്കണം, ഇതിന് വേണ്ടി വെക്കണം, അത് വേണ്ടി. ഞാൻ ഇത്രയും നാളും ദൈവം നമ്മൾ അതിനു വേണ്ടി ഇതിനു വേണ്ടി കരുതി വെച്ചിട്ടാണ് ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നത്. ഈ 2 വർഷത്തെ പഠിത്തത്തിൽ നമ്മൾ ഒന്നും കരുതി വെക്കാതിരുന്നിട്ട് ദൈവം അത്ഭുതകരമായി അതിശയകരമായി ഒന്നിനും കുറവില്ലാതെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ
നമുക്ക് ധാരാളമായി ചെലവാക്കി കളയാനും ദൈവം തന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ നമ്മുടെ ആവശ്യങ്ങളൊന്നും ദൈവം പെൻഡിങ് വെച്ചിട്ടില്ല, അല്ലേ? മറ്റുള്ളവർ ചിലപ്പോൾ ചെലവാക്കുന്ന പോലെ അവരെ നോക്കി ഇവരെ നോക്കി അതുപോലെ എനിക്ക് ഹാലയിൽ ആകാൻ ചിലപ്പോൾ ദൈവം തന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും ദൈവം മുട്ട് വരുത്തിയിട്ടില്ല. നമ്മളെ പട്ടിണി കിടത്തില്ല, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെയും പരിഹാസമായി പോകാൻ ഇടയാക്കത്തില്ല. ഒരിടത്ത് പോലും പോയി തല കുനിച്ച് നിൽക്കാൻ ദൈവം ഇടയാക്കത്തില്ല. അങ്ങനെ ദൈവം മാന്യതയോടെ നമ്മൾ നടത്തുന്ന ദൈവമാണ്. ചിലപ്പോൾ അനേകർ ഹാലയിലെ ആവശ്യമില്ലാതെ ഒരുപാട് ചിലവാക്കി അതുപോലെ ചിലവാക്കി ചിലപ്പോൾ നമുക്ക് തരും. പക്ഷേ എന്നിട്ട് നമ്മളെ അറിയുന്നൊരു ദൈവം, നമ്മളെ വേണ്ടി കരുതുന്നൊരു ദൈവം, നമ്മൾ ചോദിക്കുന്ന മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ ഹാലിയ മുന്നമേ കണ്ട് നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ദൈവത്തെ ഹാലയാണ് ഇവിടെ പറയുന്ന. നമ്മൾ വിലയേറിയവരാണ് ഹാലയിൽ, നമ്മൾ നിസ്സാരക്കാരൊന്നും അല്ല ഹാലയ. അതറിയണമെങ്കിൽ ഹാലിയ ഡ്യൂട്രോണമി 1:31-33 വായിക്കും. Deuteronomy 1:31, 31, 32, 33. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. 31, 32, 33 മതിയായിരുന്നു. അവിടെ പറഞ്ഞ ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയും നിങ്ങളുടെ ദൈവമായി നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന്. അപ്പൊ ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ, നമ്മളെ കുഞ്ഞിനെ തോളത്തെടുത്ത് നടക്കുന്നത് പോലെ, ഹല്ലേലൂയ, അതുപോലെ ദൈവം ഇവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവം പറയുന്നത്. അവിടെ പറയുന്നുണ്ട് അവരുടെ യാത്രയിൽ അവരുടെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല, എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ എന്താ പറയുന്നത്, അവർക്ക് രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഇത് ഇമാജിൻ ചെയ്യും, ദൈവമേ ഇത്രയും ജനം ആ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ, ഒരു ചെറിയൊരു കൂട്ടം എവിടെങ്കിലും കൂടിക്കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം രോഗങ്ങൾ അവർക്കുണ്ടാകുന്നു, അല്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത്രയും ജനത്തിനെ ഹാലയിലിയ നടത്തിക്കൊണ്ട് പോയത് ഒരു ദിവസം 2 ദിവസം ഒന്നുമല്ല, 40 വർഷക്കാലം. ആ ദൈവം ഹാലലിയ അതിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കി അറിയാം നമ്മുടെ ദൈവം എത്ര പവർഫുൾ ആണെന്ന്. ഹാലലുയ. പക്ഷെ ദൈവം ഇവിടെ ആഗ്രഹം, ഇവർ പറയുന്നത് നിങ്ങളെ ഞാൻ തോളത്ത് എടുത്ത് കൊണ്ടുവന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ കൊണ്ട്, എന്നിട്ട് പറയാം നിങ്ങൾക്കാണ്, എന്നിട്ട് പറയാം ഇതെല്ലാമായിട്ടും പാളയം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കും. അയ്യോ ദേ കേട്ടോ, നമ്മൾ വിചാരിക്കുന്നത് മേഘം പോകുമ്പോൾ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ അതോടെ നിൽക്കുക അവരെവിടെ, പക്ഷെ അവരിവിടെ പാളയം ഇറങ്ങണമെന്ന് ദൈവം മുന്നേ പോയി സ്ഥലം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അത് ഒന്ന് ചിന്തിച്ച. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഓരോരുത്തരത്ത് എത്തുമ്പോൾ അവിടെ നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്കിത് കിട്ടിയെന്ന് നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്ത. പക്ഷെ അല്ലെന്ന്, നമ്മളെക്കാട്ടി മുന്നമേ ദൈവം പോയി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കും അത്. ഇവിടെ അങ്ങനെ തന്നെ ഒരു പാളയം ഇറങ്ങേണ്ട, അവർ പോകുന്ന യാത്രയിൽ നമുക്കറിയാം എവിടെയാണോ ഹാലേലിയ ആ മേഘം നിൽക്കുന്നത് അവിടെ ഒരു പാളയം ഇറങ്ങും. പക്ഷെ ദൈവം അത് മുന്നേ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നമ്മളൊരു ഇവിടെ ഒരു ആലങ്കാരികമായിട്ട് പറയാം. അപ്പൊ ദൈവം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുച്ചാൽ ദൈവത്തിൽ തന്നെ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡഡ് ആയിരിക്കണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കും. ലോകം എപ്പോഴും പഠിപ്പിക്കുന്നത് എങ്ങനെയാ സിസ്റ്ററെ? ഇൻഡിപെൻഡന്റ് ആകണം, അല്ലേ? പക്ഷെ ദൈവം എപ്പോഴും പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഡിപ്പെൻഡന്റ് ആകണം. കാരണം ദൈവത്തിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം ദൈവം ആഗ്രഹിക്കുമ്പോൾ ലോകം നമ്മളോട് പറയും നമ്മൾ ഇൻഡിപെൻഡന്റ് ആകണം. ഇവിടെ കാണിക്കുന്നു, ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങളെല്ലാം നടന്ന എല്ലാ വഴി നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ട് പാടെ നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാൻ നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്ക് കാണിച്ചതിന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിൽ നിങ്ങൾക്ക് മുൻപായി നടന്ന് നിങ്ങൾ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. ഇത്രയും ആയൊരു ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേട്ട് വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ദൈവം അവരോട് കോപിച്ചെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തിന് നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ്. പിശാചാണ് നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി പറയുന്നത്. കാരണം വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ് എന്താ പറയാ
ദൈവം പറയുന്നൊന്നും കേട്ടിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കൊന്നും വേണ്ട, അല്ലെ മാതാപിതാക്കന്മാരെ ആശ്രയിക്കണം, മാതാപിതാക്കന്മാർ പറയുന്നത് അനുസരിക്കണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് സ്വന്തമായിട്ട് നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇത് രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഇതാരാണ്? അപ്പൊ ചിലപ്പം ഭാര്യമാര് ഹല്ലേലൂയ ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്യണം, ഭർത്താക്കന്മാര് ഭാര്യമാരെ ഡിപ്പെൻഡ് ചെയ്യണം, മക്കൾ അപ്പനമ്മമാരെ ഡിപ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ ഹല്ലേലൂയ എന്താ പറയുക, ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും വേണ്ട, എനിക്ക് ഇവരാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി, അല്ല ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട്, അല്ല നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നെങ്കിൽ, അങ്ങനെ ആക്കുന്നെങ്കിൽ ഹല്ലേലൂയ അതിന്റെ അത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാരും പറയും സ്വന്തം കാലം നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഏദൻ തോട്ടത്തിൽ കയറിയ പുള്ളി ഇത് തന്നെ പോയി പറഞ്ഞു കൊടുത്തത്. അവിടെ പറഞ്ഞെന്താ, നിങ്ങൾ എന്തിനാ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, നിങ്ങൾ ദൈവത്തെ പോലെ നിങ്ങൾക്ക് ആകാൻ പറ്റും, അത് എടുത്ത് പിടിച്ച് പരത്തുന്ന കഴിച്ചാൽ മാത്രം മതി. അവിടെയും പറഞ്ഞെന്താ, അല്ലെ അവിടെ ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നിടത്ത് നിന്ന് അവരെ ഇൻഡിപെൻഡന്റ് ആക്കാനാണ് പിശാച് ശ്രമിച്ചത്. ഹാലേലൂയ. ഇവിടെ അപ്പൊ ദൈവത്തിൽ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ്, അപ്പൊ ദൈവം നമ്മളെ നടത്താൻ, ഹാലേലൂയ ദൈവം നമ്മളെ എപ്പോ ഏത് വഴിയിലും, മരുഭൂമിയാണെങ്കിലും ഹാലേലൂയ ഏത് വഴിയിലും ദൈവം നമ്മളെ നടത്താൻ മതിയായവന്. അല്ല നമുക്ക് അറിയാം, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അങ്ങനെ തീച്ചൂളയിലേക്ക് എറിയാണ്. തീച്ചൂള 7 മടങ്ങ് തീ ചൂട് പിടിപ്പിച്ച് ഹാലേലൂയ അതിലേക്ക് ഇടാൻ പോകുമ്പോഴും ഹാലേലൂയ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ നിന്ന് വിടുവിച്ചാലും ശരി വിടുവിച്ചില്ലേലും ശരി, ഞങ്ങള് നെബൂഖദ്നേസറേ നീ നടത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല. ഹല്ലേലൂയ. അവരവിടെ അവിടെ അവര് ദൈവത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്തു, ദൈവത്തെ തന്നെ വിശ്വസിച്ചു. ഹല്ലേലൂയ അതിലേക്ക് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ട്. അപ്പൊ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു നാളും കൈവിടാത്തത്, അതിപ്പോ തീച്ചൂള ഇട്ടാലും ശരി, സിംഹക്കുഴി ഇട്ടാലും ശരി, ഹാലേലൂയ കടലിലൂടെ പോയാലും ശരി, വെള്ളത്തിനകത്തേക്ക് വലിച്ചെറിയാലും ശരി, എന്ത് കാര്യത്തെ എവിടെ കടന്നാലും ഹാലേലൂയ കാരാഗ്രഹത്തിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അവരെ രക്ഷിക്കാൻ മതിയായ ദൈവമാണ് നമ്മുടെ ദൈവത്തെ. ഒരിക്കലും ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ നിങ്ങൾ പലർക്കും സംശയം, എന്തുകൊണ്ടാണ് സിസ്റ്റർ ഇതെന്റെ ജീവിതത്തിൽ നിൽക്കുന്നത്, അതിനകത്ത് മറ്റൊരു കാര്യമില്ലാത്ത പറയാനായിട്ട്. നീ ദൈവം ആഗ്രഹിക്കുന്ന പോലൊന്ന് ആയിത്തീരാൻ വേണ്ടി ദൈവം നിന്റെ മുമ്പ് വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിന്റെ വായുന്നൊരു വാക്ക് വേണം. അവിടെ ശദ്രക്കും മേശക്കും പറഞ്ഞ ഒരു വാക്ക് നമുക്കറിയാം. എന്താ പറയാ, കർത്താവ് യേശു ക്രിസ്തു പരസ്യ ഹാലേലൂയ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അതിലേക്കൂടെ നടന്നപ്പോ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വിളിച്ച് ഹാലേലൂയ എന്താ പറയാ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, ഒറ്റ വിളിയെ കർത്താവിടെ നിന്ന്. അത്രയും ആൾക്കൂട്ടം ഹാലേലൂയ, അത്രയും പുരുഷാരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നിടത്ത്, അത്രയും ശബ്ദ കോലാഹലങ്ങളെടുത്ത് കർത്താവ് ആ വിളി കേട്ടു. കാരണം എന്താ, അവൻ വിളിച്ചത് ഈ കൂടെ നടക്കുന്ന ആർക്കും കിട്ടാത്തൊരു വെളിപ്പാടിലൂടെ അവൻ വിളിക്കുന്നത്, ദാവീദ് പുത്ര. ഹല്ലേലൂയ ആമേൻ. ആ വിളി കേട്ട കർത്താവിന് പിന്നെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ. കുറേനക്കാരിയായ ഒരു ജാതീയ സ്ത്രീ വന്നിട്ട് ഹല്ലേലൂയ അവളും പറയുന്ന ഒരു വാക്കില് കർത്താവ് ഹല്ലേലൂയ നിന്നു. എന്താ പറയാ, നായ്ക്കുട്ടികൾ മേശയടിയിൽ നിന്ന് ഹല്ലേലൂയ കഴിക്കാറുണ്ടല്ലോ, അത് മതി, അതായാലും മതിയായിരിക്കുമെന്ന് പറയുമ്പോഴത്തേന് ഹല്ലേലൂയ അവളുടെ വിശ്വാസം കണ്ട കർത്താവ്. നമ്മളൊക്കെ ഓരോ കാര്യം നമ്മുടെ വായെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വാക്കൊന്ന് പുറപ്പെട്ടാൽ, ഒരു വാക്കൊന്ന് നമ്മുടെ വായെന്ന് ഹൃദയത്തിൽ ഒന്ന് പൊങ്ങി വന്നാൽ മതി, കർത്താവ് നിമിഷം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നേ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കർത്താവിൻ്റെ ഹാലിൽ അങ്ങനെയുള്ള പ്രവൃത്തി. പ്രാർത്ഥിക്കാതെ പോലും ഹൃദയം പകർന്ന് ദൈവസേന ഇരുന്നിട്ട് ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട ദൈവസേനയിലേക്ക് ആ ഒരു വിഷയം വെച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് മറുപടി കണ്ട് എന്തോരം അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ദൈവത്തെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് യെശയ്യാ പ്രവചനം 35:8, 10, 8, 9, 10 വായിക്കും. യെശയ്യാ 35:8, 8, 9, 10. അവിടെ ഒരു പെരുവഴി പാതയുമുണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവർ തലമേൽ ഉണ്ടായിരിക്കും.
അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആമേൻ. ഇവിടെ പറയുന്ന ഒരു വിശുദ്ധ വഴിയെ കുറിച്ച് പറയുന്നത്. ആമേൻ. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാവും, അതിന് വിശുദ്ധ വഴി എന്ന പേരാകും. ഒരശുദ്ധൻ അതിൽ കൂടെ പ്രവേശിക്കില്ല, അവൻ അവരോട് കൂടെയിരിക്കും. ഹാലേലിയ. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല. അവിടെ ഒരു വിശുദ്ധ വഴി. നേരത്തെ കർത്താവിശകത്ത് ഹാലേലിയ മത്തായിയുടെ സുവിശേഷം ഒരു ഇടുക്കമുള്ള വഴി. ഹാലേലിയ. ഇടുക്കമുള്ള വഴിയിൽ കടന്നവർ പോകുന്നവർക്കുള്ളതാണ്. ആ പോകുന്ന വഴിയാണ് വിശുദ്ധ വഴി. ആ വിശുദ്ധ വഴിയിൽ എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. വിശുദ്ധ വഴിയിൽ അവിടെ പറഞ്ഞ ആ വിശുദ്ധ വഴി നമ്മൾ പോകുന്ന ആ വിശുദ്ധ വഴി, ആ ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു, ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകാൻ കഴിയത്തില്ല. അപ്പൊ നമ്മളൊക്കെ രക്ഷയിലേക്ക് വന്നു എങ്കിലും നമ്മൾ വിശുദ്ധമായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ അശുദ്ധിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു വിശുദ്ധനും ഒരു അശുദ്ധനും അതിൽ കൂടെ ആ പോകേണ്ട വഴിയിലൂടെ ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകാൻ കഴിയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഓരോ ദിവസം യേശു കർത്താവിന്റെ രക്തത്താൽ കർത്താവെ അത് ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിക്കണം. ഇവിടെ പറയുന്ന അവിടെ അവനോട് ഒരശുദ്ധനും അതിൽ കൂടെ കടന്നില്ല, അവൻ അവരോട് കൂടെയിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മനുഷ്യരോടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. ദൈവം താൻ അവരുടെ ദൈവം അവരുടെ കൂടെ വസിക്കുന്ന. അപ്പൊ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടെ, ഇവിടെയും പറയുന്നത് അവൻ അവരോട് കൂടെ വസിക്കും. വിശുദ്ധനായ ദൈവം നമ്മളോട് കൂടെ വസിക്കണമെങ്കിൽ നമ്മളും വിശുദ്ധരായിരിക്കണം. അശുദ്ധന്മാർക്കവിടെ കിടക്കാൻ കഴിയത്തില്ല. ഇത് നമ്മുടെ നിത്യതയെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ ഒരു സിംഹം ഉണ്ടാകില്ല, ഒരു ദുഷ്ടമൃഗം അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയിൽ മടങ്ങി ഉല്ലാസത്തോടെ സിയോനിലേക്ക് ഒരു നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. വെളിപ്പാട് പുസ്തകം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ണുനീരുണ്ടാകില്ല, മുറവിളി ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ കൂടെയുള്ള വസിക്കുന്ന കൂടാരം അങ്ങനെയായിരിക്കും. സ്തോത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയതും ഒരു വഴിയെക്കുറിച്ചാണ്. ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നൊരു വിശുദ്ധ വഴി, അവിടേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമായ വഴിയിലൂടെയും വാതിലൂടെയൊക്കെ നമ്മളെ കടത്തിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തോട് കൂടെ അവനോട് കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ദുഃഖമില്ല, കണ്ണുനീരില്ല, മുറവിളിവില്ല, ദുഷ്ടമൃഗങ്ങളില്ല, പിശാചില്ല, ഇരുട്ടിന്റെ ശക്തികളില്ല, ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ വസിക്കാൻ വേണ്ടിയിട്ടാണ് ആമയോടെ നമ്മളെ ദൈവം കൊണ്ടുവന്നത്. മത്തായിയുടെ സുവിശേഷം 7:11-12 കൂടെ വായിക്കും സിസ്റ്റർ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ആമേൻ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്ന നന്മ എത്രയധികം നിങ്ങൾക്ക്. എന്താ ഈ നന്മ എന്ന് ചോദിച്ചാൽ ലൂക്കോസിന്റെ പുസ്തകത്തിൽ കൃത്യമായി പരിശുദ്ധാത്മാവിന് എത്ര അധികമായി കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. അവിടെ നമ്മൾ മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്കും ചെയ്യും. ന്യായപ്രമാണം പ്രവാചകന്മാരല്ലേ. ഇതെന്താ? നമുക്ക് പരിശുദ്ധാത്മാവിൽ ലഭിച്ച് ദൈവം നമുക്ക് ആ നന്മ ചെയ്ത് കഴിയുമ്പം 12, 13, 14 വാതിൽ നമ്മൾ അത് വാക്യം നമ്മൾ വായിച്ചാൽ ഇടുക്ക് വാതിലൂടെ ഞെരുക്കമുള്ളിടത്തൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ ആര് നമ്മളെ ശക്തീകരിക്കുന്നത്? പരിശുദ്ധാത്മ നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മ നമ്മളെ അതുവഴി നടക്കേണ്ടതും വഴി കാണിച്ച് തന്ന് നമ്മളെ ഉപദേശിച്ച് അതിലൂടെ വഴി നടത്തും. അങ്ങനെ നടന്നാൽ നമ്മൾ അവിടെ എത്തുന്ന നേരത്തെ വായിച്ച വിശുദ്ധ വഴിയിലേക്ക് എത്തുന്നു. അവിടെ ദൈവത്തോട് കൂടെ വസിക്കാനുള്ള അവസരം ലഭിക്കുക. നമ്മൾ അത് തന്നെ നമ്മൾ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ വാക്യം 21 അധ്യായം എനിക്ക് തോന്നുന്നു. 21 അധ്യായത്തിന്റെ 3 വാക്യം പറയുന്നത്, സിംഹാസനത്തിൽ മഹാശബ്ദം പറഞ്ഞതിനെ കേട്ട് ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവരവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവം അവരോട് കൂടെ ഇരിക്കും, അവനവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല. ആമേ ഹല്ലേലൂയ. അപ്പൊ അവിടെ
അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾ യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്ന് നമ്മൾ ദൈവത്തോട് കൂടെ വസിച്ച് ഹാലലുയ ഇടുക്കമുള്ള ഞെരുക്കമുള്ള ചില വഴിയിലൊക്കെ കടന്നു പോയാലും നമ്മൾ എത്തുന്നത് ഹാലലുയ ദൈവത്തോട് കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാലേലിയ വിശാലമായ വഴി കണ്ടിട്ട് മറ്റുള്ളവർ അതിലേക്ക് പോകുന്ന കണ്ടിട്ട് ഹാലേലിയ ഒന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഹെവൻലി ഫാദർ നമുക്ക് ഹാലേലിയ എന്താ പറയാ, നമുക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമാണ്. ഹാലേലിയ ആ പ്രതിഫലം തരുന്ന ദൈവമാണ്. ഹാലേലിയ നമ്മൾ അതുപോലെ നമ്മുടെ യാത്ര നമ്മൾ ഒറ്റയ്ക്കല്ല. ഹാലേലിയ സർവശക്തനായ പിതാവ് നമ്മൾ കൂടെയുണ്ട്. പരിശുദ്ധാത്മാ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹാലേലിയ പുത്രനാം യേശു ക്രിസ്തു നമ്മുടെ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഹാലേലിയ നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്കല്ല നടക്കുന്നത്. ദൈവത്തോട് കൂടെ ചേർന്ന് ഹാലേലിയ നമ്മൾ മുൻപോട്ടുള്ള യാത്രയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഹാലേലിയ ഇനി ഹാലലിയ ദൈവമേ ഹാലലിയ നമുക്ക് അതിലൂടെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഡെസ്റ്റിനിയിൽ എത്താൻ വേണ്ടിയിട്ട് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചില സമയത്ത് ഇടുക്കമുള്ള ഞെരുക്കമുള്ളതുമായ സ്ഥലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആരും ഭാരപ്പെടേണ്ട. മറ്റു വിശാലമായ വഴി നാശത്തിലേക്ക് പോകുമ്പോൾ അത് മരണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ആനന്ദവുമൊക്കെയുള്ള നമ്മുടെ കർത്താവിനോട് എന്നേക്കും വസിക്കാനുള്ള സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. ഈ വചനത്തെ അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.